ആഗസ്റ്റ് മാസത്തിൽ കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി കുറേ ആൾക്കാർ മരണമൊക്കെ അടഞ്ഞിട്ടുണ്ട്. അതിനെല്ലാത്തിനും കാരണം എൻ്റെ ഭാര്യയാണ്. കാരണം ആ ഉരുൾപൊട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് അവൾക്ക് സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരു കോൾ വന്നു. അവൾ പറഞ്ഞു അവൾക്ക് സീറ്റ് അലോട്ടായിരിക്കുന്നുണ്ട്. അവള് എൻ്റെ കാല് കരഞ്ഞു പിടിച്ച് എൻ്റെ സമ്മതം മേടിച്ചു. ഞാൻ ചോദിച്ചു, ഒരാഴ്ചത്തെ മക്കളുടെ എഡ്യൂക്കേഷൻ, നിന്റെ കോളേജ്, ഇതൊക്കെ എങ്ങനെ നീ ശരിയാക്കും എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ശരിയാക്കിക്കോളാം എന്ന്. ഞാൻ പിന്നെ വിചാരിച്ചു, പ്രാർത്ഥിച്ച് നന്നാവാനല്ലേ പോകുന്നേ, അല്ലാതെ ഗോവയ്ക്ക് ടൂറൊന്നുമല്ലല്ലോ പോകുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞുള്ള ശക്തമായ നിർത്താതെയുള്ള മഴ കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അവളുടെ പണി തുടർന്നു തുടങ്ങി. അവൾ ലീവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയും പിള്ളേരുടെ സ്കൂൾ ഡേയ്സ് പോകാതിരിക്കാൻ വേണ്ടി അവളുടെ നിർത്താതെയുള്ള പ്രാർത്ഥന കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം ആ പേമാരി ഉണ്ടായത്. ഇത് തൃശ്ശൂർ വക തള്ളല്ല, നടന്ന സംഭവമാണ്. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സിനോട് നന്ദി അറിയിക്കുന്നു. കാരണം അവരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത് സംഭവിച്ചിരിക്കുന്നു. ആരും കണ്ണുവയ്ക്കരുത്. ശുദ്ധമായ ചാണകവും എല്ലുപൊടിയും ഒക്കെ കൊണ്ട് ഇട്ട് വളർത്തിയെടുത്തതാണ്. ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മുടിയൊക്കെ വളർത്തി. അച്ഛൻ എന്നെ കണ്ടപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിന്നെ കണ്ട ഇപ്പോൾ 2 കുട്ടികളുടെ അച്ഛനാണെന്ന് പറയില്ല എന്ന്. എൻ്റെ അമ്മ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതല്ല എൻ്റെ മകൻ, ഇങ്ങനെയല്ല എൻ്റെ മോൻ ഇരിക്കുന്നത് എന്ന്. എന്നെ അങ്ങനെ തള്ളി പറഞ്ഞു. അവസാനം ഞാൻ എൻ്റെ കയ്യിലെ വരട്ടി ജോലി കാണിച്ചു കൊടുത്തപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത്, ഇതാണ് എൻ്റെ മകൻ എന്ന്. ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബറും ഫോളോവറുമായ എൻ്റെ അമ്മ എൻ്റെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചു, നീ എന്ത് വചനമാണ് ആ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്? അത് പോരാത്തിന് ഈ വചനം എന്ന് പറയുന്നത് അത് വീഡിയോ ആക്കി യൂട്യൂബിലും ഇടുന്നു എന്ന്. നീ നിന്റെ ജീവിതം ഇങ്ങനെ പച്ചയ്ക്ക് തുറന്ന് എല്ലാവരോടും പറയരുത് എന്ന്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, കള്ളന് കഞ്ഞി വെച്ചവനാണ് ഞാൻ. ഈ ലോകം എന്നെക്കുറിച്ച് എന്തോരം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന്. നിങ്ങൾക്ക് സമൂഹം ഒരു വില തരും. ആ വിലയിൽ കൂടുതലായിട്ട് അവർ കൂടുതൽ ഒന്നും തരില്ല. നിങ്ങൾ എന്തോരം പെർഫോം ചെയ്താൽ പോലും അവർ അതിൽ കൂടുതലായിട്ട് ഒന്നും നിങ്ങൾക്ക് തരില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ കൊള്ളും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ കഥകളൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ സ്പീച്ച് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ വചനങ്ങൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും പൊട്ടത്തരമായി നിങ്ങൾ എടുക്കരുത്. അതെല്ലാം വചനമായിട്ട് തന്നെ നിങ്ങൾ കാണുക. ഇന്ന് നിങ്ങൾ നന്നാവാൻ വേണ്ടി ഞാനൊരു കഥ പറയാം. നമ്മുടെ സുന്ദരി ടീച്ചർ, ഞങ്ങൾ കോളേജിൽ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ആ ടീച്ചർ മക്ക മാർക്കറ്റിൽ പോയി ഫെയർ ആൻഡ് ലവ്ലി മേടിക്കാമെന്ന് വിചാരിക്കുക. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ടീച്ചർക്ക് ഫെയർ ആൻഡ് ലവ്ലി ആവശ്യമില്ല. പക്ഷെ എന്നാലും ടീച്ചർ ഏതോ ഒരു ക്രീം ഉപയോഗിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. ടീച്ചർ പിന്നീട് അത് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, 2 ദിവസം വെളുക്കും, 3-ാമത്തെ ദിവസം വെയിലടിച്ച നിങ്ങൾ കറുത്തു പോകും. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം ഞാനും ഫെയർ ആൻഡ് ലവ്ലി തേച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയി, വെയിലടിച്ച് കറുത്തും പോയി. നിങ്ങളുടെ സൗന്ദര്യം കൂടണമെന്ന് പറഞ്ഞ് നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡോക്ടർ ഒരിക്കലും നിങ്ങൾക്ക് ഫെയർ ആൻഡ് ലവ്ലി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ആ ഡോക്ടർ പറയും, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക,
നമ്മളെ സമാന്തയും സണ്ണി ചേച്ചിയും ഒക്കെ വെജിറ്റബിൾ ജ്യൂസാണ് കുടിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഡോക്ടർ എന്തുകൊണ്ടാണ് ഫെയർ ആൻഡ് ലവ്ലി മരുന്ന് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാത്തത് എന്ന്? കാരണം സൗന്ദര്യം ഉണ്ടാകേണ്ടത് അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നല്ലതായി തീരും. അതേപോലെ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതാണ് നിങ്ങളെ നല്ല ഫുഡുകളും നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് നന്നാവും. കോടീശ്വരനായ സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മക്കളെ നിങ്ങളെ നല്ല ഉന്നതിയിലാക്കാനല്ല പ്രേരിപ്പിക്കേണ്ടത്, അതിന് പകരമായിട്ട് ജീവിതത്തിൽ അവൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിന് സന്തോഷത്തോടുകൂടി ചെയ്യാൻ പഠിപ്പിക്കണമെന്ന്. നമ്മുടെ സുന്ദരികളായ സമാന്തയും സണ്ണി ചേച്ചിയും ഒക്കെ ഫെയർ ആൻഡ് ലവ്ലി ചെയ്തിട്ടല്ല നല്ല വെളുത്തവരായത്. അവർ വെറും വയറ്റിൽ വെജിറ്റബിൾ ജ്യൂസ് കുടിച്ച് അങ്ങനെ ആണ് അവരൊക്കെ വെളുത്തത്, അല്ലെങ്കിൽ വെളുത്തവരായത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം കൂടി ഞാൻ പറഞ്ഞു തരാം. രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് വെജിറ്റബിൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കും. എൻ്റെ മുഖം ഇങ്ങനെ തൊടുത്ത് വളരാൻ വേണ്ടി ഞാൻ വെജിറ്റബിൾ ജ്യൂസ് തന്നെ കുടിക്കും. പിന്നെ ഹാർട്ടിന് നല്ലതായ ഒമേഗ 3 അത് കിട്ടുന്നത് ചാളയിൽ നിന്നാണെങ്കിൽ പോലും പിശുക്കനായതുകൊണ്ട് ചാള മേടിച്ച് സമയം കളയാനില്ലാത്തതുകൊണ്ടും 500 രൂപയുടെ ഒമേഗ 3 ക്യാപ്സൂൾ മേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതും കഴിക്കും. എൻ്റെ വീട്ടിൽ വന്നാൽ ഫുഡ് ഉണ്ടാകില്ല, അതിന് പകരമൊക്കെ വിറ്റമിൻസും മിനറൽസും കുറേ ക്യാപ്സൂൾസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫുഡിന് പകരമായിട്ട് ഈ ക്യാപ്സൂൾ കഴിക്കും. എല്ലാവരും ചോദിച്ചു, സാറ് വളരെ മെലിഞ്ഞു പോയല്ലോ, ഷാറൂഖ് ഖാനെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, 3 ലിറ്റർ വെള്ളം, 2 കുറ്റി രാഗിപ്പുട്ട്, പിന്നെ തവിടുള്ള കഞ്ഞിയും ചില തേങ്ങാ ചമ്മന്തിയും. നമ്മുടെ എല്ലാ രോഗത്തിനും കാരണം ഫുഡാണ്. ആ ഫുഡിൽ ചെറുതായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ബോഡിയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും മാറും. അങ്ങനെ നിങ്ങളുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരു പുതിയ ആളായി മാറും. ഇന്ന് എ ബി സാറ് പറഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് രാഗിപ്പുട്ട് വേണമെന്ന് പറഞ്ഞ് അമ്മയുടെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അമ്മ തരുന്ന അടി മേടിച്ചോളണം. സാറിനോട് കുറ്റം പറയരുത്. ഈ പ്രാവശ്യം എൻ്റെ ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഒരു അഭ്യർത്ഥന നടത്തി. സാറിന് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 45 വയസ്സായി. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാറിന് ഓരോ വർഷം ഉണ്ടായ ആ ഗേൾ ഫ്രണ്ട്സിൻ്റെ സ്റ്റോറി ഞങ്ങളോടൊന്ന് പറഞ്ഞു തരണമെന്ന്. എനിക്ക് ഷാറൂഖ് ഖാൻ പറഞ്ഞത് മാത്രമേ ഇനി നിങ്ങളോട് പറയാനുള്ളൂ. നമുക്ക് ഒരേ ഒരു ജീവിതമുള്ളൂ, ഒരേ ഒരു പ്രാവശ്യമേ നമുക്ക് മരണമുള്ളൂ. അതേപോലെ തന്നെ ഒരേ ഒരു പ്രാവശ്യമേ നമ്മൾ കല്യാണവും കഴിക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രണയവും. അതൊരിക്കലും വീണ്ടും ഉണ്ടാകുകയില്ല. അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പണ്ടൊരു കാറിൻ്റെ പുറകിൽ ഞാൻ എഴുതി വച്ചിരിക്കാൻ കണ്ടിട്ടുണ്ടായി, ഗേൾസ് ലവ് ഈസ് എപ്പിസോഡ് ബട്ട് ബോയ്സ് ലവ് ഈസ് ഹിസ്റ്ററി എന്ന്. അതുകൊണ്ടാണ് പ്രണയത്തിൽ അകപ്പെടരുത് എന്ന് ഞാൻ പറയാറുള്ളത്. കാരണം സ്വന്തം അപ്പനെയും അമ്മയും നഷ്ടപ്പെട്ടു എന്നോർത്ത് ആരും മരിക്കാറില്ല. പക്ഷേ സ്വന്തം കാമുകനെയോ കാമുകിയോ നഷ്ടപ്പെട്ടു എന്നോർത്ത് അവർ ജീവിതം കൊടുക്കുന്നു. കാരണം എന്താണ്? നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഉണ്ടാകുകയില്ല അവരുടെ കാമുകിയോ കാമുകനെ ഓർത്ത്, നഷ്ടപ്പെട്ട ആ പ്രണയത്തെ ഓർത്തിട്ടാണ് അവരവരുടെ ജീവിതം നശിപ്പിക്കുന്നത്. പണ്ട് നസ്രിയ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കഷ്ടപ്പെട്ട് നേടി കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചവരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുമെന്ന്. ഈ പ്രാവശ്യം
എൻ്റെ പെങ്ങൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് സംഭവിച്ചത്? എനിക്കറിയാവുന്ന ഏവീസ് ഇങ്ങനെയല്ല. നിനക്ക് എന്താണ് സംഭവിച്ചത്? പണ്ട് നിന്റെയൊക്കെ റൂമിലേക്ക് കയറി വരുമ്പോൾ കാലിത്തൊഴുത്തിലേക്ക് കയറി വരുന്നതിന് തുല്യമായിരുന്നു. ഇപ്പോൾ നിന്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ ഹോട്ടൽ റൂം പോലെ അറേഞ്ച്ഡായി കിടക്കുന്നു. എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമാണ് എന്നെ ചീത്തയാക്കിയത്. ഒരിക്കൽ ഞാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനോട് ചോദിച്ചു, സാറേ, എനിക്ക് നന്നാവണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി എന്ന്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, പെട്ടെന്ന് പറയാം, എനിക്ക് നന്നാവണം എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ ഡെയിലി റൊട്ടീനിൽ ഒരു ശരിയായ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, രാവിലെ എണീക്കുമ്പോൾ തന്നെ നിന്റെ മുന്നിൽ കിടക്കുന്ന ആ കട്ടിൽ അല്ലെങ്കിൽ ആ റൂം മൊത്തം റെഡിയാക്കി ചെയ്യുക. അങ്ങനെ നിന്റെ മനസ്സിൽ പിന്നീട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ അപ്പപ്പോൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന്. അപ്പോൾ നിന്റെ ജീവിതം നന്നാവും എന്ന്. ഞാനും അതിനെ ഫോളോ ചെയ്തു. അന്ന് തൊട്ടാണ് ഞാനും നന്നായത്. എനിക്കൊരു പ്രശ്നമുണ്ട്. ഒരാൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അയാളോട് പോയി നന്ദി പറയണം, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെ കഴിഞ്ഞ ജനുവരിയിലെ എൻ്റെ കാല് ഓപ്പറേഷന് ചെയ്ത ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടറിൻ്റെ റൂമിൽ ഫ്രണ്ടിൽ നിന്ന നേഴ്സിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം, എനിക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് എന്ന്. അപ്പോൾ നേഴ്സ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ഡോക്ടറെ കാണാൻ ചീട്ടെടുക്കണ്ടേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഡോക്ടറെ കണ്ട് നന്ദി പറയാനാണ്, നന്ദി പറയാൻ ഞാൻ ചീട്ടെടുക്കണോ എന്ന്. അപ്പോൾ തന്നെ ആ നേഴ്സ് എന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, എൻ്റെ കാല് ഡോക്ടറാണ് ഓപ്പറേഷൻ ചെയ്തത്, കാല് ശരിയാക്കി തന്നതിന് ഞാൻ ഡോക്ടറോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് എന്ന്. ഡോക്ടർ എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കി, ഇവനെങ്ങാനും എന്നെ കളിയാക്കാൻ വേണ്ടി കയറി വന്നതൊക്കെയാണോ ചോദിച്ചു. പിന്നീട് എൻ്റെ കാലിൻ്റെ മുറിവ് ഞാൻ ഡോക്ടറെ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഡോക്ടർക്ക് ആളെ മനസ്സിലായത്. എന്നിട്ട് ഞാൻ നന്ദി സൂചകമായി കയ്യിൽ കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് ഡോക്ടറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യം ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഡോക്ടർ കുപ്പി പോലെ എന്തോ ഒരു സാധനത്തെ കൈ തടയുന്ന കണ്ടപ്പോൾ ഡോക്ടർ അത് മേടിച്ചു വെച്ചു. പണ്ട് യേശു കുരുടന് കാഴ്ച കൊടുത്തപ്പോൾ ഒരാൾ മാത്രമാണ് തിരിച്ചു വന്ന് യേശുവിനോട് നന്ദി പറഞ്ഞത്. നമ്മളും നന്ദിയുള്ളവരായിരിക്കുക. മറ്റുള്ളവർ നൽകിയ സേവനങ്ങൾക്ക് അവരോട് നന്ദിയുള്ളവരായി ഇരിക്കുക. നന്ദിയുള്ളവരായി മാത്രം ഇരുന്നാൽ പോരാ, ആ നന്ദി അവർ പ്രകടിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്തുകൊണ്ടാണ് നഴ്സുമാരെ പോയി കണ്ട് നന്ദി പറയാത്തതെന്ന്. അവർക്ക് എന്നെ കാണുമ്പോൾ ചിലതെല്ലാം ഓർമ്മ വരും. എന്നിട്ട് അവർ ഊറി ഇരുന്ന് ചിരിക്കും. അത് കാണുമ്പോൾ എനിക്ക് നാണം വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ പോയി കാണാത്തത്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ പ്രാവശ്യത്തെ നാട്ടിൽ ചെന്നപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും, നല്ല മഴയായിരുന്നു. ഇങ്ങനെ നിർത്താതെയുള്ള മഴ കണ്ടപ്പോൾ ഞാൻ ഇരുന്ന് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ നല്ല മഴയുണ്ടത്? അവസാനം ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അതിന് കാരണം ഞാൻ തന്നെയാണ്. വീട്ടിൽ കുരിശുവരെയൊക്കെ കഴിഞ്ഞ് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബൈബിൾ തൊട്ട് വായിച്ചു തുടങ്ങി. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴെങ്കിലും ബൈബിൾ എടുത്ത് വായിച്ചു തുടങ്ങിയാൽ എപ്പോഴും എനിക്ക് കിട്ടുന്നത് ധൂർത്തപുത്രനും ചുങ്കക്കാരനുമായ പിന്നെ ദുർനടപ്പുമാരുമായ ഒരു ആളുടെ കഥകളാണ്. പക്ഷേ ഇപ്പോൾ ബൈബിൾ എടുത്ത് വായിച്ചു തുടങ്ങുമ്പോൾ ഇവരൊക്കെ എനിക്ക് നന്നായതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ഒരു സിനിമ കാണാൻ പോയി. ആ സിനിമയുടെ പേര് സ്വർഗം. ഇന്ന് ആ സിനിമ കാണാൻ ആകെ കൂടി ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് 15 പേരാണ്.
എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സ്വർഗം എന്നുള്ള സിനിമ കാണാൻ ആകെ കൂടി 15 പേര്. ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത് 2 കുടുംബങ്ങളാണ്. ഒരു കുടുംബം വലിയ പടുകൂറ്റൻ ബംഗ്ലാവിൽ താമസിക്കുന്നു. അവരുടെ മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. ആ കുടുംബത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് വേറെ ഒരു ചെറിയ വീട്, ഒരു വല്യമ്മയും ഒരു ചെറിയ കുടുംബവും. ആ കുടുംബത്തിന്റെ നാഥനാണെങ്കിലോ ഒരു പലചരക്കില് കടക്കാരനുമാണ്. ഈ 2 വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മകൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, വലിയ വീട് ചെറിയ വീട് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല അല്ലേ? പിന്നെ ആ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആൾക്കാരുടെ സ്നേഹമാണ് ഇമ്പോർട്ടൻ്റ്. ആ വീട്ടിൽ ഹാപ്പിനെസ് ഉണ്ടോ എന്നും നോക്കണമെന്ന്. ഞാനും ചിന്തിച്ചു, എങ്ങനെയാണ് എനിക്കെൻ്റെ സ്വന്തം വീട് സ്വർഗമാക്കാൻ പറ്റുന്നത്? അങ്ങനെ കൂട്ടും സൂട്ടും ടൈ ഒക്കെ ഇട്ട് സ്വന്തമായി 3 ബെഡ്റൂം ഫ്ലാറ്റൊക്കെ ഉള്ള സ്വന്തമായി കുക്കുമുള്ള ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഒരു വേലക്കാരൻ ദാമുവായി മാറി. ഈ ദാമു രാവിലെ എണീക്കും, മുറ്റമടിക്കും, ഇബ്രയിൽ കഴിച്ച പാത്രം ഇങ്ങനെ എറിഞ്ഞു കളയുന്ന ആൾ അവിടെ ചെന്നപ്പോൾ നല്ല സ്പീഡിലാണ് പാത്രങ്ങൾ കഴുകുന്നത്. പിന്നെ വീടൊക്കെ മൊത്തം അടിച്ചുവാരും, തുടയ്ക്കും. പിന്നെ യേശു സ്വന്തം പിതാവിനെ സഹായിക്കാൻ തോട്ടത്തിൽ ജോലിക്ക് പോയതുപോലെ ഞാനും എൻ്റെ ഫാദറിൻ്റെ കൂടെ റംബൂട്ടാൻ തോട്ടത്തിലെ ജോലിക്കൊക്കെ പോകും. പിന്നെ വീട്ടിലുള്ള വേസ്റ്റ് ഇതെല്ലാം കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിടും. ഇതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഗസ്റ്റിന് ഞാൻ വെള്ളവും കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെ വീട്ടിലെ ഉപയോഗശൂന്യമായ എല്ലാ സാധനങ്ങളും, കുപ്പി, പ്ലാസ്റ്റിക് ഇതെല്ലാം എടുത്തുകൊണ്ടുപോയി അടുത്തുള്ള ആക്രിക്കടയിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ആ ആക്രിക്കടയിൽ നിന്ന് കിട്ടുന്ന ലക്ഷങ്ങളുമായിട്ട് പോയിട്ട് ഒരു 5-6 പഴംപൊരിയും മേടിച്ച് വീട്ടിലിരുന്ന് വീട്ടുകാരെ ഒപ്പം ഇരുന്ന് കഴിക്കും. അങ്ങനെ എൻ്റെ വീട് സ്വർഗമാക്കാൻ വേണ്ടി ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി. നിങ്ങളുടെ കടമകൾ, ചുമതലകളും മറ്റുള്ളവരുടെ പണിയാണ് എന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്താതെ നമ്മൾ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യുക. എനിക്ക് വേണമെങ്കിൽ എൻ്റെ വെക്കേഷനാണ്, ഞാൻ ലക്ഷങ്ങൾ മേടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. പക്ഷേ ഞാൻ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ വീടിനെ സ്വർഗമാക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും സഹനങ്ങളെ ഏറ്റെടുത്തു. നിങ്ങൾക്ക് സഹനങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രത്യുപകാരം ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. അവർക്ക് വാർദ്ധക്യത്തിൻ്റെതായ വിഷമങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു താങ്ങുതടിയായിട്ട് മാറാൻ പറ്റുന്ന ഒരു ദാമുവായി നിങ്ങളും മാറാൻ ശ്രമിക്കുക. അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളുടെ സമയവും അധ്വാനവും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട് ഒരു ചെറിയ സ്വർഗമാക്കി മാറ്റും. സാധാരണ കുരിശുവരെയൊക്കെ കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററിൻ്റെ മകൾ എന്നോട് ചോദിച്ചു, 45 വയസ്സായ ചാച്ചൻ എന്തിനാണ് പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്ക് കവിളത്ത് ഉമ്മ കൊടുക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് കാണപ്പെടുന്ന ദൈവത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പറ്റാത്തവർ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് എന്ന്. എനിക്ക് എൻ്റെ മാതാപിതാക്കളാണ് ദൈവങ്ങൾ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ വില മനസ്സിലാകണമെങ്കിൽ ആ ആളെ നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടണം. ആ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ജീവിതത്തിൽ അയാളുടെ വില നിങ്ങൾക്ക് മനസ്സിലാവും. അവർ മാതാപിതാക്കൾ കൂടെ ഇല്ലാത്തൊരു ജീവിതം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അത് മാതാപിതാക്കൾ ഇല്ലാത്തവരോട് ചോദിക്കണം. ആ ശൂന്യത എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഇമ്പോർട്ടൻസ്. ഈ പ്രാവശ്യം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ കസിൻ 20 വയസ്സ് എങ്കിലും എളുപ്പമുള്ള കസിനാണ്. അവൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇത്രയും ഒരു പൊട്ടനായ മാഷിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. 10 രൂപയുടെ 100 പുതിയ പേന മേടിക്കാം എന്നുള്ള അവസരത്തിൽ 1500 രൂപയുടെ പെട്രോൾ ചെലവാക്കി
കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങി നടക്കുന്നു എന്ന്. പഴയ കുറേ പേനകളുണ്ട്, ആ പേനകൾക്ക് റീഫില്ല് തേടിയിട്ടാണ് ഞാൻ നടക്കുന്നത് എന്ന്. ഈ നൂറ്റാണ്ടിൽ പുതിയ പുതിയ പേനകളുള്ള സ്ഥിതിക്ക് നിങ്ങൾക്കത് പോയി മേടിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പഴയ പേനകളുമായിട്ട് നടക്കുന്നതെന്ന്? കാരണം ഈ ലീവിൽ ചെന്നപ്പോൾ എൻ്റെ ഫാദർ പെന്നിൻ്റെ കുറേ കളക്ഷൻ എടുത്ത് എനിക്ക് കയ്യിൽ തന്നു. അപ്പോൾ എൻ്റെ ജീവിതം അവിടെ തുടങ്ങിയായി. കാരണം ലോകത്ത് ഒന്നും നടക്കില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ആൾക്കാർ പറയുന്ന കാര്യം അത് ചെയ്തു തീർക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അങ്ങനെ ഞാൻ ഈ പേനകൾ കൊണ്ട് പല പല ഷോപ്പുകളിൽ പോയി നടന്നു. അവസാനം എനിക്ക് തൃശ്ശൂരുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഈ പേനകൾക്കെല്ലാം റീഫില്ല് കിട്ടി. ബൈബിളിൽ കൂട്ടം തെറ്റിപ്പോയ ആടിനെ കണ്ടെത്താൻ ബാക്കി എല്ലാ ആടിനെയും ഉപേക്ഷിച്ച് ഇട്ടേച്ചു പോയ ഒരു ഇടയനുണ്ട്. അതുപോലെ ഈ പേനകൾക്കെല്ലാം റീഫില്ല് അന്വേഷിച്ച് ഞാൻ നടന്നപ്പോൾ പലരും എന്നെ ചീത്ത പറഞ്ഞു, നിങ്ങൾ പൊട്ടനാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മുമ്പിലുള്ള ഈ ദൗത്യം, അതായത് ഈ പേനകൾക്ക് റീഫിൽ കണ്ടുപിടിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഇതിനുവേണ്ടി ഞാൻ നടന്നു. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത്. ഈ ലോകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്താൽ ഈ ലോകം അത് നമ്മുടെ കൂടെ നിൽക്കും, ഈ കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടി. ഈ ലോകത്ത് നല്ല കുട്ടി ചീത്തക്കുട്ടി അങ്ങനൊരു കാര്യമില്ല. ഈ നമ്മൾ പലപ്പോഴും ചീത്തക്കുട്ടി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് അവന് അനുയോജ്യമായ സ്ഥലത്തല്ല അവൻ നിൽക്കുന്നത് എന്നുകൊണ്ട് മാത്രമാണ്. അവൻ വേറെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വന്നാൽ, അവൻ ഇത്തിരി മോട്ടിവേഷനുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ പുതിയൊരാളായി മാറും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് ഭാര്യമാര് ചെന്ന് കയറുന്ന വീട്ടിൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഫാദർ ഇൻലോസും മദർ ഇൻലോസുമായിട്ട് സെറ്റാകുന്നില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. എന്നാൽ അമ്മായപ്പനെയും അമ്മായിയമ്മയെയും ആദരിക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അപ്പനെയോ അമ്മയെയോ സ്വന്തം അപ്പനായും അമ്മയായും ഒന്ന് രീതിയിൽ ഒന്ന് സേവിച്ച് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ സ്നേഹം ഇരട്ടിയായി കിട്ടും. എൻ്റെ അമ്മായപ്പൻ എപ്പോഴും പറയും, എനിക്ക് എൻ്റെ മരുമകനോട് സംസാരിച്ചിരിക്കാൻ വളരെ ഇഷ്ടമാണ്. കാരണം എൻ്റെ മരുമകൻ തിരിച്ചൊന്നും പറയില്ല എന്ന്. എൻ്റെ അമ്മായപ്പനോട് ചോദിച്ചു, നീ വലിയ പഠിത്തമുള്ള ആളാണ്, നിനക്ക് എന്തുകൊണ്ട് നീ ഒരു മരുമകൻ എന്ന രീതിയിൽ പോസൊക്കെ എടുത്ത് ചിലയേറൊക്കെ പിടിച്ച് നിനക്ക് ഞങ്ങളോട് പെരുമാറിക്കൂടെ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മായച്ചനോട് പറഞ്ഞു, നമ്മൾക്ക് വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസം ഒരു ജോലി മേടിക്കാൻ മാത്രമാണ്. നമുക്ക് ജോലിയുള്ളത് നമ്മുടെ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളിൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും കാണുന്നു. ഒരു മരുമകനിൽ നിന്ന് നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് തരും. അങ്ങനെ നിങ്ങളെക്കൊണ്ട് എനിക്ക് പറയിപ്പിക്കണം, എൻ്റെ മകനേക്കാൾ പ്രിയം എൻ്റെ മരുമകനാണ് എന്ന്. മക്കളെ, ത്യാഗത്തിലാണ് സ്നേഹത്തിൻ്റെ ആഴമിരിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി എൻ്റെ സുഖങ്ങളും എല്ലാം മാറ്റിവെച്ച് നിങ്ങളെ സേവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരു മരുമകനായിട്ടല്ല, ഒരു മകനായിട്ടാണ് കാണാൻ തുടങ്ങുന്നത്. അങ്ങനെ നിങ്ങൾ കാണിക്കുന്ന ആ സ്നേഹത്തിന് തിരിച്ചു തരാൻ പറ്റുന്നത് എൻ്റെ പ്രവൃത്തിയിലൂടെയും അനുസരണയിലൂടെയും മാത്രമാണ്. ബൈബിളിൽ എഫെസ്യസ് 6:2 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ആദരിക്കുക. കാരണം അവർ കാരണമാണ് നിങ്ങൾ ഈ ലോകത്ത് വരാൻ സാധിച്ചത്. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോഴും അവരുടെ വേദനകൾ അവർ മറക്കാൻ ശ്രമിച്ചത്
നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ടാണ്. അങ്ങനെ അവരുടെ സഹനങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും കിട്ടുന്ന അവസരത്തിൽ സ്വന്തം അപ്പനെയും അമ്മയെയും പോലെ കാണാൻ ശ്രമിക്കുക. ദൈവം നിങ്ങൾക്ക് 2 ചെവികളാണ് തന്നിരിക്കുന്നത്. എല്ലാം കേൾക്കാനല്ല, ചിലതൊക്കെ കേട്ടിട്ട് മറു ചെവിയിലൂടെ പുറത്തുവിടാൻ വേണ്ടിയാണ്. എൻ്റെ അമ്മ പറയും 6 വയസ്സും 60 വയസ്സും ഒരേപോലെയാണ്. അതുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടാൽ മതി, എല്ലാത്തിനും മറുപടി പറയണ്ട എന്ന്. നമ്മൾ കഴിക്കുന്നവയെ അല്ല നമ്മളെ ദുഷ്കരമാക്കുന്നത്, നമ്മളിൽ നിന്ന് പുറപ്പെടുന്നവയാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിച്ച് ആദരിച്ച് അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. അവരെ സ്വന്തം അപ്പനും അമ്മയുമായിട്ട് ഒന്ന് കണ്ടു നോക്കുക എന്ന്. എന്താണെന്നറിയില്ല, തൃശ്ശൂർ ജില്ലയിലേക്ക് കയറി കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അഭിനേതാവ് ചാടി ഉണരും. പിന്നെ അവൻ്റെ ഫാദർ ഇൻ ലോസിനെ കൊണ്ട് അവൻ ഷോപ്പിംഗ് മോളിൽ പോവും, നല്ല ഹോട്ടലിൽ പോയി ഫുഡ് കഴിപ്പിക്കും, പിന്നെ ഗിഫ്റ്റായിട്ട് കുപ്പിയും ഡ്രസ്സും പെർഫ്യൂമും ക്രീമും അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കും. അവസാനം ആ വീട്ടിൽ നിന്ന് പോരാൻ നേരത്ത് 2 പേർക്കും സ്തുതിയും കൊടുത്ത് 2 ഉമ്മയും കൊടുത്തിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ഇപ്പോൾ മനസ്സിലായില്ലേ എനിക്ക് എന്തുകൊണ്ടാണ് ബെസ്റ്റ് മരുമകൻ എന്നുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നതെന്ന്. എൻ്റെ ഭാര്യ പറയും, നിങ്ങൾ ഉടായ്പല്ല, ലോക ഉടായ്പാണ്. നിങ്ങളെക്കുറിച്ചുള്ള കുറ്റം ഞാൻ നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ എന്ന്. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ദുഃഖവും ഒക്കെ സംഭവിച്ചാലും നിങ്ങളെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവരെ വന്നിച്ചില്ലിൽ പോലും നിന്ദിക്കരുത്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ, നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തിന്മയുടെ ഫലങ്ങൾ 7 തലമുറ വരെ അത് ഉണ്ടാകുമെന്ന്. സ്വന്തം അമ്മയെ നോക്കാൻ വേണ്ടി നേഴ്സിംഗ് ജോലി ഉപേക്ഷിച്ച് ഒരു പലചരക്ക് കട നടത്തുന്ന ആളെയും എനിക്കറിയാം. ഭാര്യയുടെ നിർബന്ധപ്രകാരം സ്വന്തം അപ്പനെയും അമ്മയെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് വാടക വീട്ടിലെ കൊണ്ടുവിട്ട മകനെയും എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര ദിവസം ബാക്കിയുണ്ട് എന്നല്ല നോക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങളുടെ പേരൻസിന് വേണ്ടി നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തീർന്നതുപോലെ അവർക്ക് വേണ്ടി നിങ്ങളും ഒരുക്കി തീരണം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.